കൊച്ചി എടവനക്കാട്ട് കടലഭിത്തി കെട്ടാത്തതിനെതിരെ റോഡ് ഉപരോധം ശക്തമാക്കുകയാണ് നാട്ടുകാരും പഞ്ചായത്തും. എടവനക്കാട് വില്ലേജ് ഓഫീസിന് മുന്നിലാണ് പഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും ചേർന്നപ്പോൾ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിക്കുന്നത്. എടവനക്കാട് നിന്ന് വിഷ്ണു സുരേഷ് തത്സമയം ചേരുന്നു. വിഷ്ണു, SKN നിലവിൽ ഈ സമരം ശക്തമാക്കുകയാണ്. നമ്മൾ രാവിലെ വന്നപ്പോൾ കുറച്ചാളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതൽ പേർ ഈ സമരത്തിന്റെ ഭാഗമായി എത്തുന്നു. ഈ റോഡിൽ കുത്തിയിരുന്ന തീരദേശവാസികൾ പ്രതിഷേധം കനപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ സംസ്ഥാന പാത പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ്. ഒരു തരത്തിലും വാഹനങ്ങൾ വിടാൻ തങ്ങൾ തയ്യാറല്ല. തങ്ങളുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കേൾക്കാൻ സർക്കാർ തയ്യാറാകണം എന്നൊരാവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ചെല്ലാനം മോഡൽ 55 കോടിയുടെ ടെട്രോപാഡ് പദ്ധതിയാണ് എടവനക്കാട്ട് പ്രഖ്യാപിച്ചത്. പക്ഷേ ആ പദ്ധതി ഇതുവരെ നടപ്പാക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. തുകയില്ല, മതിയായ ഫണ്ടില്ല എന്നുള്ളതാണ് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിശദീകരണം. വകുപ്പ് മന്ത്രി ഇങ്ങോട്ടേക്ക് എത്താതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നാണ് ആ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്കിപ്പം ചേരുകയാണ്. ഈ പ്രതിഷേധം തുടരാനാണോ തീരുമാനം? കളക്ടറുമായി വിഷയത്തിൽ സംസാരിച്ചിരുന്നു. ഞങ്ങൾ പോവില്ല, വകുപ്പ് മന്ത്രി വരണം. ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ടെട്രോപാഡ് മോഡലുള്ള കടൽഭിത്തി ഞങ്ങൾക്ക് നിർമ്മിക്കണം, പുലിമുട്ട് നിർമ്മിക്കണം, യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് നിർമ്മിക്കണം. കളക്ടറുമായി സംസാരിച്ചിരുന്നു. കളക്ടറുമായി സംസാരിച്ചിരുന്നു. കളക്ടർ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് കളക്ടർ പറയുന്നത്? അദ്ദേഹം ഞങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഇന്നലെ തന്നെ ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഫണ്ട് ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതും പ്രാധാന്യം അനുസരിച്ചിട്ട് കൊടുക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ 20 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇത് എല്ലാ മേൽത്തട്ടിലേക്ക് അറിയണം. ഞങ്ങൾക്ക് ഉടനെ ഫണ്ട് അനുവദിച്ചാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ. വീട്ടിലൊക്കെ വെള്ളം കയറുന്നുണ്ടോ? വലിയ പ്രശ്നമാണോ? വീട്ടിലൊക്കെ വെള്ളം കയറുന്നു. അവരുടെ പരിസരത്തുള്ള വീട്ടിലൊക്കെ വെള്ളം കയറുന്നുണ്ടോ? കടൽഭിത്തി ഉടൻ നിർമ്മിക്കാതെ ഞങ്ങൾ എന്തായാലും ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. തീരദേശം കാര്യമായി വെള്ളം കയറുന്നുണ്ടോ? പ്രദേശത്തൊക്കെ വീടുകളിലൊക്കെ വലിയ നാശനഷ്ടമുണ്ടോ? എടവനക്കാട് പഞ്ചായത്ത് 2.5 കിലോമീറ്റർ ഫുള്ളും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. ഞങ്ങൾക്ക് ടെട്രോപാഡും പുലിമുട്ടും തീരദേശ റോഡും ഇല്ലാതെ ഞങ്ങൾ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. ഈ കടല് കയറുന്ന പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ 5 ജീവനുകളാണ് എടവനക്കാട് തീരദേശത്ത് മാത്രം പൊലിഞ്ഞത്. അത് സർക്കാരിന്റെ അനാസ്ഥയാണെന്ന് അവർ ആവർത്തിക്കുന്നു. എപ്പോൾ ഈ പുലിമുട്ടും അല്ലെങ്കിൽ കടൽഭിത്തിയും നിർമ്മിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് ഇതുവരെ നൽകാൻ സർക്കാർ അധികൃതർ തയ്യാറായിട്ടില്ല. MLAയും MP യും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു ഗുരുതര ആരോപണം കൂടി ഈ തീരദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ തീരദേശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ സമരം പുരോഗമിക്കുന്നത്. കടുത്ത മഴയെ പോലും അവഗണിച്ചുകൊണ്ട് സമരം തുടരുകയാണ്. വലിയ പോലീസ് സന്നാഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ജലബീരങ്കി ഉൾപ്പെടെ എത്തിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അടുത്ത ഘട്ടത്തിലേക്ക് കൂടുതൽ പ്രതിസന്ധി രൂക്ഷമായാൽ സമരക്കാരെ മാറ്റാനുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കും. അങ്ങനെയാണെങ്കിൽ സംഘർഷ സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വകുപ്പ് മന്ത്രി എത്താതെ അല്ലെങ്കിൽ MLAയോ MP യോ എത്താതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിലാണ് എടവനക്കാട്ടെ ഈ പ്രദേശവാസികൾ. വിഷ്ണു സുരേഷ്, എറണാകുളം ജില്ലയിലെ എടവനക്കാട്ട് കടലാക്രമണം രൂക്ഷമാണ്. അവിടെ നിന്നാണ് ജനങ്ങളുടെ ഈ പ്രതിഷേധത്തിന്റെ റിപ്പോർട്ട് വരുന്നത്.